ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ എൻ്റെ യേശുക്രിസ്തുവിനെ വീണ്ടും സാക്ഷീകരിപ്പാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. 23 വർഷം മുമ്പ് 2002 ഒക്ടോബർ മാസം ഒരു 1-ാം ഞായറാഴ്ച എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ഏറ്റവും ഭയാനകമായിരുന്നു. എന്നാൽ ആ മാസം 2-ാം ഞായറാഴ്ച യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം എന്നെ തൊട്ട ദിവസമാണ്. ഞാൻ ഋഷിയോട് പറഞ്ഞു, 23 വർഷം മുമ്പ് നിൻ്റെ ഭർത്താവ് ഒരു വേദോത്സവമായി ജനത്തിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് എന്ന് യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തിൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് മുഴങ്ങി നിൽക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ഏകസ്കേൽ പ്രവചനത്തിൻ്റെ 37-ാം അധ്യായം 3 വാക്യം ഒന്ന് വായിക്കാവോ? യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. ദൈവത്തിന് സ്തോത്രം. അസ്ഥികളുടെ ഇടയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അപ്പോൾ അസ്ഥിയെല്ലാം ബന്ധം വിട്ട്, ഒരു മനുഷ്യ ശരീരത്തിൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ട് ചെതറിക്കിടക്കുന്ന ഭാവന നിങ്ങൾ കാണുക. അതിൻ്റെ ഇടയിലൂടെ ഈ പ്രവാചകനെ യഹോവയായ ദൈവം നടത്തുകയാണ്. ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അപ്പൊ ദൂരെ ദൂരെ ചെതറിക്കിടക്കുകയാണ്. ഒരിക്കലും ചേർന്ന് വരാൻ സാധ്യതയില്ലാതെ ചെതറിക്കിടക്കുന്ന ദൂരെയായി എത്ര അധികമായി അകലത്ത് കിടക്കുന്ന അസ്ഥികൾ. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. ദൈവത്തിന് സ്തുതി. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അത് ചെതറിയിട്ട് കുറച്ച് ദിവസമല്ല അയക്കണേ, ചെതറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ചെതറി ഉണങ്ങി, ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ആ ഒരു ചോദ്യമാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയോടും മോളോടും സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇനി ഞാൻ ചോദിച്ചു, ഞാൻ രാവിലെ എൻ്റെ മോളോട് ചോദിച്ചു, ഒരു 6 വർഷം മുമ്പ് അല്ലെങ്കിൽ 7 വർഷം മുമ്പ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഈ വീട്ടിൽ ഇതുപോലൊരു വീട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നോ, നമ്മളിങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുമെന്നോ നിങ്ങൾ വിചാരിച്ചായിരുന്നോ? ഞാനും വിചാരിച്ചെന്നില്ല. കാരണം സാധിക്കില്ല. ഒരിക്കലും ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇന്ന് നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു 4 വർഷം മുമ്പ്, 5 വർഷം മുമ്പ്, 30 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 55 വർഷം മുമ്പ് നമ്മോട് ചോദിക്കുകയാണ്, നീ ഇത്ര വർഷം കഴിയുമ്പോൾ ഇതേപോലൊരു വ്യക്തിയായി തീരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് ആ പറയുന്ന വ്യക്തിയോട് നമ്മൾ ഒരു രീതിയിലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. എന്നാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം, ദൈവമേ, എൻ്റെ ഈ കടഭാരം മാറുമോ? നീ എൻ്റെ ഈ കടഭാരം മാറി, നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറി, നിൻ്റെ മക്കളുടെ ലഹരി ഉപയോഗം മാറി, നിൻ്റെ മക്കളുടെ ഭാവി ശോഭനമാക്കി തരുന്ന ഒരു നല്ല നാളുണ്ട് എന്നാണ് ഈ തിരുവചനത്തിലൂടെ നമ്മോട് കർത്താവ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നന്നായി ഉണങ്ങിയിരുന്നു. ഒരിക്കലും ചേർന്ന് വരാൻ സാധ്യതയില്ലാതെ ഒരു താഴ്വരയിൽ ചെതറിക്കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അസ്ഥി പോലെ, ഒരു വ്യക്തി ജീവിതം പോലെ തകർന്ന് തരിപ്പണമായി പോയൊരു ജീവിതം. ദൈവത്തിന് സ്തോത്രം. ആ അസ്ഥിയുടെ താഴ്വരയിൽ നോക്കി പറയുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ എന്ത് പറയാൻ പറ്റും? ഒരിക്കലും ആ പ്രവാചകന് പറയാൻ പറ്റുമോ ഇത് ജീവിക്കുമെന്ന് പറയാൻ പറ്റില്ല? കർത്താവേ, നീ അറിയുന്നു. പ്രവാചകൻ എളിമയോടെ പറഞ്ഞു, കർത്താവേ, നീ അറിയുന്നു. അടുത്ത് അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. ഉണങ്ങിയ അസ്ഥികളെ. നമ്മുടെ ജീവിതം ഇതുപോലെ ഉണങ്ങിയ അസ്ഥി പോലെ ബന്ധം വിട്ട് എല്ലാം തകർന്നവരായി, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവരായി ആരെങ്കിലും ഇവിടെ വന്നിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അവരോട് കർത്താവ് പറയുകയാണ്, യഹോവയുടെ വചനം കേൾപ്പിൻ. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം ഇങ്ങനെയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇത് ഇവിടെ കേൾക്കുന്ന വചനം ഒരു മനുഷ്യനല്ല. ഇവിടെ വന്ന് നിൽക്കുന്ന വ്യക്തികൾ ഇതേപോലെ ഉണങ്ങിയ അസ്ഥികൾ, ഏറ്റവും ഉണങ്ങിയ അസ്ഥികൾ, ബന്ധം വിട്ടുപോയി ഒരിക്കലും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത, ഈ ഭൂമുഖത്ത് തന്നെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലാത്ത, ഒരു നല്ല വസ്ത്രമിട്ടെന്നല്ല, നമ്മൾ ഈ ആത്മീയ രംഗത്തോ ഈ വിശുദ്ധമായ വേദപുസ്തകം കയ്യിലെടുക്കാനോ സാധ്യതയില്ലാത്ത
വ്യക്തി ജീവിതങ്ങളെ, ഇതുപോലെ ഉണങ്ങിയ ജീവിതങ്ങളെ യേശുക്രിസ്തു തൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഇന്ന് യേശുക്രിസ്തുവിൻ്റെ മാറിൽ ചാരി നിർത്തിയിട്ടാണ് ഈ ഉണങ്ങിയ അസ്ഥികൾ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിക്കാം. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കും. അതാണ് യഹോവ പറയുന്നത്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല. അല്ല, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി ഞാൻ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമല്ല. ഞാൻ ഇന്നും നിങ്ങളുടെ ഇടയിൽ, ഈ ചിതറിക്കിടക്കുന്ന അസ്ഥിയുടെ ഇടയിൽ, നമ്മൾ ചിതറിയിരിക്കുന്ന ഓരോരുത്തരുടെ അരികത്തൂടെ, നമ്മുടെ അരികത്തൂടെ ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ഈ പ്രവാചകനിലൂടെ സംസാരിച്ച പരിശുദ്ധാത്മാവ്, യഹോവയായ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ അരികിലൂടെ, നമ്മുടെ ഇടയിലൂടെ നടന്നു വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, നമുക്കറിയില്ല നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ ഭാരവിഷയം എന്താണെന്ന്, എൻ്റെ വേദന വിഷയം എന്താണ്, എൻ്റെ പ്രാർത്ഥന വിഷയം എന്താണെന്ന് മറ്റാർക്കും അറിയില്ല. നമ്മുടെ ദുഃഖ വിഷയങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും അറിയും ദൈവം. ആ ദൈവത്തോട് ഇപ്പോൾ നിങ്ങൾ ഹൃദയം പകർന്നുകൊണ്ട് കർത്താവിനോട് പറയണം: കർത്താവേ, ഇവിടെ വായിച്ചു ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചു എന്ന്. കർത്താവേ, എൻ്റെ ഈ ഉണങ്ങിയ അവസ്ഥ, എൻ്റെ ഈ ദരിദ്രമായ അവസ്ഥ, എൻ്റെ പാപം നിറഞ്ഞ അവസ്ഥ ഒന്ന് മാറ്റിത്തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്ന് വായിക്കാം. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. സ്തോത്രം. ആ ഞരമ്പുകൾ ആ അസ്ഥികളിൽ വന്ന് അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ അവയിൽ ഞരമ്പ് വന്നു, മാംസം വന്നു, അവിടെ ത്വക്ക് വന്ന് പൊതിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ അസ്ഥിയോട് ചേർത്ത് വെച്ച് ത്വക്കും മാംസവും ഞരമ്പുമെല്ലാം യഹോവയായ ദൈവം വെച്ച് പിടിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ശ്വാസം വന്നിരുന്നില്ല. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്: കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച കാറ്റിനോട് പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു. നമ്മൾ പാട്ട് പാടാറുണ്ട്, കൊടിയ കാറ്റടിക്കണമെന്നുള്ള പാട്ട് പാടാറുണ്ട്. അതുപോലെ സ്വർഗീയ കാറ്റ് എന്നെ നോക്കി നീ വീശുക എന്ന് പറയാറുണ്ട്. എന്താണ് ഈ സ്വർഗീയ കാറ്റും ഈ കൊടിയ കാറ്റെല്ലാം? ഈ കൊടിയ കാറ്റ് ഊതുമ്പോൾ നമ്മൾ നശിപ്പിക്കാനല്ല, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ കാറ്റ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ എന്നെ നോക്കി വീശണമെന്ന് പാടാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക: കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ ഹൃദയത്തോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ, എൻ്റെ ഹൃദയത്തെ തുറന്നു കാണിച്ചു തന്നിട്ട് എൻ്റെ ഉള്ള അവസ്ഥയെ കണ്ടിട്ട് കർത്താവെ എനിക്ക് അനുതാപ വാക്യങ്ങളോടെ യേശുക്രിസ്തുവിൻ്റെ കാൽപാദത്തിലേക്ക്, ആ തിരുരക്തം മുഴുവൻ കാൽപാദത്തിലേക്ക് ജീവിതം സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ആ തിരുരക്തം എന്നെ ഒന്ന് കഴുകണമേ, ആ തിരുരക്തത്താൽ എന്നെ ഇന്ന് വീണ്ടെടുക്കണമേ, ഇന്ന് എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി തരണമേ കർത്താവെ, എൻ്റെ ഈ നാശകരമായ അവസ്ഥയിൽ നിന്ന്, കൊഴിഞ്ഞേറ്റിൽ നിന്ന് എന്നെ ഒന്ന് കരയറ്റണേ കർത്താവെ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവർ സൈന്യമായി എഴുന്നേറ്റ് വന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ദൈവമക്കളെല്ലാം ഇവിടെ എഴുന്നേറ്റേക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു കാലത്ത് ചിതറിപ്പോയി, ഒരിക്കലും സാധ്യതയില്ലാത്ത സമയത്ത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു സൈന്യമായി ഇന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എത്ര പറഞ്ഞാലും മഹത്വപ്പെടുത്തിയാലും വർണ്ണിച്ചാലും തീരാവുന്ന കാര്യമല്ല. ഇന്ന് നമുക്കൊരു സ്വർഗീയ കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്. നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും അറിയുന്ന ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക: കർത്താവേ, ഇന്ന് ഈ കൊടിയ കാറ്റ് എൻ്റെ മേൽ അടിക്കണമേ കർത്താവേ, ഈ സ്വർഗീയ കാറ്റ് എന്നെ നോക്കി എന്ന് വീശണമേ കർത്താവേ. ഇന്ന് കർത്താവേ, ഈ ഉണങ്ങിയ അസ്ഥികളായി ഞങ്ങൾ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ പലവിധ വിഷയങ്ങളിൽ ഞങ്ങൾ ഭാരപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട്, ഞങ്ങൾക്ക് ഒരു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ പരിഹാരം തരാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നം ഞങ്ങളുടെ മുമ്പിലുണ്ട് കർത്താവേ. എരിഹോ മതിൽ ഇടിച്ചു കളഞ്ഞ ദൈവം, സെരൂബാബേലിൻ്റെ മുമ്പിൽ നിന്ന മഹാപർവ്വതത്തെ സമഭൂമിയാക്കിയ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും എന്താണെങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് സ്തോത്രം നമ്മുടെ മേൽ നിവർത്തിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അതിൻ്റെ അടുത്ത വാക്യം വായിക്കാം, 11-ാം വാക്യം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു.
ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ തീരെ മുടിഞ്ഞു, ഞങ്ങൾക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല, ഞങ്ങൾ ഇനി ഗതി പിടിക്കില്ല, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്ത് തല ഉയർത്തി നടക്കാൻ കഴിയില്ല, ഇനി എൻ്റെ ഭവനത്തെ തല ഉയർത്തി നടക്കാൻ കഴിയില്ല, എനിക്ക് ആത്മീയ ജീവിതത്തിൽ എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്നെല്ലാം വിചാരിച്ചിരുന്ന അവരോട് പ്രത്യാശ നശിച്ച ജനത്തോട് പറയുകയാണ്, ആ ഇസ്രായേൽ ഗ്രഹം, ദൈവത്തിന് സ്തോത്രം, ഇനി നമുക്കൊരു ആത്മീയ ജീവിതമുണ്ടോ? ഇനി ഞാൻ വേദപുസ്തകവുമായി എഴുന്നേറ്റ് നിൽക്കുമോ? ഒരിക്കൽ ഇവിടെ ദൈവാസം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വെള്ള ഷർട്ടുകളെല്ലാം എടുത്ത് മടക്കി ടൂൾക്കേസിലാക്കി തട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചു എന്ന്. നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ ഒന്ന് മാത്രമേ ഉള്ളൂ, ഞാനും ഈ രംഗത്ത് വന്ന് നിൽക്കുന്നത് ദൈവത്തിൻ്റെ അത്ഭുത കൃപയാണ്. ഞാൻ ഒരിക്കലും ഈ ഗ്ലോബൽ ഗോസ്പൽ ഫെലോഷിപ്പ് എന്ന ഈ കൂട്ടായ്മയിൽ വരുവാൻ യാതൊരു സാധ്യതയുള്ള വ്യക്തിയായിരുന്നില്ല. ഒരിക്കലും ഞാൻ ഈ വഴി തന്നെത്താൻ തിരഞ്ഞെടുത്ത വഴിയല്ല. സ്വർഗത്തിൽ ദൈവം എന്നെ കണ്ടു. 23 വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്ത ദൈവത്തിന് സ്തോത്രം. വേറെ വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ, വേറെ ദുരുദ്ദേശമൊന്നുമില്ലാതെ ഞാനും സുവിശേഷത്തെ സ്നേഹിച്ച് യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ നടന്നെന്ന് പറയാൻ കഴിയില്ല. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അവരുടെ ശിഷ്യന്മാരുടെ ഏറ്റവും പുറകിലായി, ആ മഗ്ദലക്കാരത്തി മറിയ നടന്നതുപോലെ ഏറ്റവും പുറകിലായി, ഒരു അവകാശവാദങ്ങളുമില്ലാതെ, ഒരു നന്ദി ഹൃദയത്തോടെ എന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കരിയറപ്പത്തിലേക്കും തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്നും നന്ദിയുള്ള ഹൃദയമുണ്ട്. എന്നെ എവിടെ നിന്നാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്? എൻ്റെ തലമുറ ഏതായിരുന്നു? എൻ്റെ ജീവിതം എന്തായിരുന്നു? അവിടെ നിന്ന് കൊണ്ടുവന്നൊരു ദൈവത്തോട് നന്ദി മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് വേറെ അവകാശവാദങ്ങളൊന്നുമില്ല. എന്നെ വീണ്ടെടുത്ത എൻ്റെ യേശുക്രിസ്തു മാത്രം, യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രം. എന്നെ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം ക്രിസ്തുവിൻ്റെ നാളോളം തികയ്ക്കുമെന്നുള്ള നല്ല പ്രത്യാശയോടെ അവൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവൻ സമർപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ജീവൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുക. ദൈവം നാം മാത്രം മൊത്തം എടുക്കട്ടെ. സ്തോത്രം.